താനും ഇപ്പൊ മനസ്സിലായി. ഒരു ദിവസം പുരയിൽ വന്നില്ലായിരുന്ന? ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. ആഷിഖ് ഇപ്പൊ അഫ്ഗാനിസ്ഥാനില. 2 മാസം കഴിഞ്ഞാ വരും. ഇക്കറിയാ. ആ കമ്പനിയിൽ ഓഫർ ഉണ്ടായിരുന്നു, നല്ല സാലറിയും കിട്ടും. പക്ഷെ അച്ഛൻ പോകാൻ സമ്മതിക്കൂല. അച്ഛന് ഭയങ്കര പേടിയാ. അവിടെ മൊത്തം ഭീകരവാദികളാന്ന് അച്ഛൻ പറയുന്നത്. കാര്യം ശരിയാ, ഞാനും ഓനോട് പറഞ്ഞ. പക്ഷേ ഓന് ഒരേ നിർബന്ധം, നല്ല ശമ്പളമാ, ഒരു കൊല്ലത്തേക്ക് മതിയെന്നൊക്കെ പറഞ്ഞാ പോയത്. പുരപ്പണി നടക്കുക, കുറച്ച് പൈസ എടുക്കാൻ വന്ന. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ആഷിക്കിനെ ചോദിച്ചായിട്ട് പറയും. ഓൻ്റെ എൻ്റെ നമ്പർ ഉണ്ട്, ഒന്ന് വിളിക്കാൻ പറയും. ആയിക്കോട്ടെ. മാഷേ വന്നേ. എന്താ മാഷേ, വീട് പണിയൊക്കെ എവിടെ വരെയായി? പടവ് തീരാറായി. അടുത്ത ആഴ്ച വാർക്കാന്നാ മേസ്തിരി പറഞ്ഞേ. ആഹാ, അപ്പോൾ പണി സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. വാർപ്പ് തുടങ്ങുമ്പോഴേക്കും കുറച്ച് പൈസ വേണ്ടി വരും. അതിനെന്താ, നാളെ തന്നെ ഞാൻ ഇൻസ്പെക്ഷൻ ആളിനെ വിടാം. ഉടനെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യിക്കാം. സന്തോഷം. ഇന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മാഷ്. ആഷിക്ക് എന്നാ വരുന്നത്? 2 മാസത്തിനുള്ളിൽ വരും. അപ്പോഴേക്ക് പുരപ്പണി തീർക്കണം. ഓനൊന്ന് ഞെട്ടിക്കോട്ടെ. ഉണ്ടെന്നേ, അതില് രാഷ്ട്രീയം ഉണ്ട്. അതന്നെയല്ലേ ഇപ്പൊ ഞാൻ പറയണത്. എന്ത് രാഷ്ട്രീയം? നിങ്ങൾ വെറുതെ ഓരോന്ന് പറയാനിരിക്കണ്ട. കേക്കുന്നേ പറയണത്. എന്ത് കേക്കാന്? എന്തുട്ടേ പറയണേ? വർഷം ഒന്നായില്ലേ, എന്നിട്ട് അമേരിക്ക എന്തുട്ട് ഉണ്ടാക്കിയേ? ഈ ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യം നാശവശായില്ലേ? ഇറാഖിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു കോന്തരം പിടിച്ച് പ്രധാനമന്ത്രി ആക്കിയിട്ട് അമേരിക്ക ഭരണം നടത്തണം. ഒരു കാര്യം ഓർത്തോ, സദ്ദാമിനെ അവര് തൂക്കിലേറ്റും. അത് ശരിയാ. അമേരിക്കയോട് എതിർക്കാൻ തന്റെ ഇടമുള്ള ഒരേ ഒരുത്തിനേ ഉള്ളൂ, അത് സദ്ദാമ. അതന്നെ. ദേ കവി, അതുകൊണ്ട് അയാളെ ഓല് വെച്ചേക്കില്ല. ഈ കൊറിയയിലും ചൈനയിലും പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും പ്രശ്നങ്ങളില്ല. പക്ഷെ അതൊക്കെ അമേരിക്കക്ക് തേങ്ങയാ. പക്ഷെ ഇറാനിലും ഇറാഖിലും പ്രശ്നങ്ങൾ വന്ന അമേരിക്ക ചെറിയൊരു വിഷമമുണ്ട്. ഇറാഖിനെതിരെയുള്ള അമേരിക്കയുടെ ഈ പൈശാചിക നയത്തിനെതിരെ താത്വികവും ആത്യന്തികവുമായ ഒരു അവലോകനമാണ് ഇവിടെ ആവശ്യം. എന്റെ പൊന്നു കവി, അതൊന്ന് മലയാളത്തിൽ പറഞ്ഞ് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുമോ? ഒന്ന് വിശകലനം ചെയ്താൽ അമേരിക്കൻ ധാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു മസ്തക പ്രഹരണം തന്നെയായിരുന്നില്ലേ സദ്ദാമിന്റെ പ്രതിരോധ നയങ്ങൾ? ഞാൻ എഴുതിയിട്ടുള്ള ഊഷ്മാവിന്റെ പ്രചണ്ഡ വ്യതിയാനങ്ങൾ എന്ന പ്രബന്ധത്തിൽ ഇതിനെപ്പറ്റി അഗാധമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും വായിച്ചു കാണും. എന്റെ മാഷെ, ഞങ്ങൾക്ക് തെലുങ്കൊന്നും അറിയില്ല. തേങ്ങ. സമ്പൂർണ്ണ സാക്ഷരത്വം അതെന്നും നമുക്കൊരു പ്രഹേളികയായിരിക്കും. അല്ല മാഷേ, സത്യത്തിൽ എന്തായി അമേരിക്കക്കാരന്റെ പ്രശ്നം? അതെ, കൊറിയയിലും ചൈനയിലും ഇല്ലാത്ത ഒന്ന് ഇറാനിലും ഇറാഖിലും കുവൈറ്റിലും ഉണ്ട്. അത് കിട്ടിയാലേ അമേരിക്കക്കാരന്റെ വണ്ടി ഓടൂ. എണ്ണ. അതന്നെ. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ ലോകമെമ്പാടും യുദ്ധങ്ങൾ നടക്കേണ്ടത് അവരുടെ വേറൊരു ആവശ്യം കൂടിയാണ്. യുദ്ധങ്ങൾ നടന്നാൽ മാത്രമേ അവരുണ്ടാക്കുന്ന വെടിക്കോപ്പുകളും പോർ വിമാനങ്ങളും വിൽക്കാൻ പറ്റൂ. അപ്പൊ ഹിന്ദുവിനെയും ഇസ്ലാമിനെയും തമ്മിലടിപ്പിക്കേണ്ട അമേരിക്കക്കാരന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. മുസ്ലിങ്ങൾ മാത്രമുള്ള കുവൈറ്റിനെ മുസ്ലിം രാഷ്ട്രമായ ഇറാഖ് ആക്രമിക്കേണ്ടതും അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. ഇതൊന്നും അറിയാതെ നമ്മൾ ഇവിടെ കിടന്ന് ജാതിയും മതവും എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിച്ചാവയാ. അള്ളാന്ന് വിളിച്ചാലും കൃഷ്ണാന്ന് വിളിച്ചാലും കർത്താവെന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരേ ഒരാളാ. സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. ആ പായങ്ങെടുത്തോ പോറ്റി? പോറ്റി, ഒരു 4 വട പൊതിഞ്ഞും കിടത്തു. എഴുതിക്കോട്ടോ. ഒരപ്പണി കഴിഞ്ഞാലേ ഷെഹിനിമോളുടെയും നല്ല മീൻ കൂട്ടാൻ കിട്ടില്ലെന്ന് അറിയുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടാ. അതിനെന്താ മേസ്ത്രി, ഈ മീൻകറി കൂട്ടണമെന്ന് തോന്നുമ്പം ഇങ്ങോട്ടൊന്ന് വന്നാ പോരെ? മതി. ഈ പാത്രങ്ങൾ മാഷ് വരുമ്പോ കൊണ്ടുവന്നാ മതി. ഞാനിന്ന് കടയിലിട്ട് പോട്ടെ. ശരി. മാഷിന്റെ ഭാഗ്യം കേട്ടോ ഇങ്ങനൊരു മരുമോളെ കിട്ടിയത്. എനിക്ക് ഓള് മോളാടോ. 4 പേരുടെ പണി ഓൾ ഒറ്റക്കെടുക്കും. പാവം. എങ്ങനെ ജീവിച്ചിരുന്ന കുട്ടിയാ. ഇപ്പം കാണുമ്പോൾ സങ്കടം തോന്നും. അനക്കറിയോ, ബെൻസ് കാറിലാണ് അവൾ സ്കൂളിൽ വന്നിരുന്നത്.
പഠിക്കാനും മിടിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയോ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മോൻ ഓളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഓൾ ആദ്യം എൻ്റെ അടുത്താ ഓടി വന്നേ. ആഷിക്കിനെ കല്യാണം കഴിച്ചാൽ ഇന്നെ മോളായി കൂട്ടുവാന്ന് ചോദിച്ച്. അന്ന് മുതൽ അവളെൻ്റെ മോളാ. അവരുടെ രജിസ്റ്റർ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് അവളുടെ അച്ഛൻ്റെ കത്ത് വന്നു. ഇനി എനിക്കിങ്ങനൊരു മോളില്ലെന്നും ഓളുടെ സ്വത്തിൻ്റെ അവകാശം മുഴുവൻ ഒരു പള്ളിയിലേക്ക് എഴുതി കൊടുത്തെന്നും പറഞ്ഞ്. അത് വായിച്ചപ്പം എനിക്ക് വല്ലാത്ത വിഷമമായി. പക്ഷെ ഓളത് വായിച്ചൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്ത്. ആ ചിരിയിൽ എത്ര വേദന ഓൾ അടക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. ആർക്കായാലും വിഷമം ഉണ്ടാവൂലേ സ്വന്തം മോള് കൈവിട്ട് പോകുമ്പം, അതും ഒരു അന്യജാതിക്കാരനൊപ്പം. ഓള് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പം ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറും. അതെനിക്കൊന്ന് കാണണം. അതിനും കൂടിയാ ഞാൻ ഈ വീടിങ്ങനെ നന്നായി പണിയുന്നത്. എല്ലാം ശരിയാവും മാഷേ. ആശയ്ക്ക് തിരിച്ചു വന്ന് ഒരു നല്ല കച്ചവടമൊക്കെ തുടങ്ങി ഒരു നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇൻഷാ അല്ലാ. മാഷേ ആ ആ മാഷേ, എന്തൊക്കെയുണ്ട് മോൻ്റെ വിശേഷങ്ങൾ? വിളിക്കാറില്ലേ? ആ മെനഞ്ഞാന്ന് വിളിച്ചിരുന്നു. സുഖമായിട്ടിരിക്കുന്നു. എന്നാ വരുന്നേ? ജോലി തിരക്ക് കാരണം ലീവ് കിട്ടുന്നില്ല. എന്നാലും ഈ അഫ്ഗാനിസ്ഥാനിൽ കേൾക്കുമ്പോൾ ഒരു പേടിയാട്ടോ. ദേ ഉച്ചക്കലത്തെ വാർത്തയിലും പറയുന്നത് കേട്ടു, ബോംബ് ഇട്ടുന്നോ വെടി വെച്ചുന്നോ ഒക്കെ. അതൊക്കെ എന്നും നടക്കുന്നതല്ലേ. ഈ ബോംബിടുന്നതും വെടിവെക്കുന്നതും ഒക്കെ ഭീകരന്മാർക്കൊരു നേരം പോക്കാണെന്നേ. ഓ, എന്തൊരു ലോകമാണ് എൻ്റെ ഈശ്വര. ആഷിക്ക് പണിയെടുക്കുന്നിടത്ത് പ്രശ്നമൊന്നുമില്ല. നല്ല സെക്യൂരിറ്റി ഉള്ള കമ്പനിയല്ലേ. പിന്നെ 10-2000 പേര് പണിയെടുക്കുന്ന കമ്പനിയാ. ആവശ്യത്തിനുള്ള സെക്യൂരിറ്റിയും ഉണ്ട്. ഇനി ഏതായാലും 2 മാസം കൂടി നിന്നാ മതി. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ബഹ്റൈനിലേക്കാ. എന്നാലും അധികം ഒന്നും അവിടെ നിൽക്കണ്ടെന്ന് പറയണം കേട്ടോ. ഓരോന്ന് കേൾക്കുമ്പോൾ പേടിയാവുക. അങ്ങനെയൊക്കെ പേടിക്കാൻ നിന്നാ ജീവിക്കാൻ പറ്റുമോ? തല്ലാനും കൊല്ലാനും നമ്മുടെ നാടെന്താ മോശ? പത്രം എടുത്താൽ എന്നും അതേ ഉള്ളൂ. ആ പോറ്റി, ഒരു 4 പരിപ്പൂടെ അങ്ങ് പൊതിഞ്ഞോ. ഓ, വീട്ടിൽ ചെന്നാ ചെക്കൻ ആദ്യം ചോദിക്കുന്ന അതാ. ആ എഴുതിക്കോ. പൊര പണിത് പൈസയൊക്കെ തീർന്നു. ആ എന്തൊക്കെയുണ്ട്, സുഖമാണോ? മാഷേ, ആ മാഷിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? അതങ്ങനെയാടോ. പൊരപ്പണിയും കല്യാണമൊക്കെ വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതല്ല മാഷേ, മോളുടെ കല്യാണത്തിന് കുറച്ച് പൈസ മാഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. തിരിച്ച് തരാനും പറ്റിയില്ല. അതൊന്നും കിട്ടിയിട്ട് എൻ്റെ പൊരപ്പണി തീരാൻ പോകുന്നില്ല. താൻ ബേജാറാവല്ലേടോ. എല്ലാം പടച്ചനൊരു വഴി കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ. എന്താ പോറ്റി വെയിലത്ത് വല്ല നേർച്ചയുണ്ടോ? ഇല്ല. ഒരു ചായ എടുത്തേ. ഓ, ആരും എത്തിയില്ലേ? കുറഞ്ഞു കഴിഞ്ഞല്ലോ. അമ്മേ, ഈ എലിഫന്റിന് എത്ര എല്ലുണ്ട്? എനിക്കെങ്ങനെ അറിയാം? ആനയുടെ എല്ലെണ്ണലല്ലേ എനിക്ക് പണി. നീ ആ മാഷോട് ചോദിക്ക്. പിന്നെന്താ അമ്മയ്ക്ക് അറിയാ? വലിപ്പ, ഈ എലിഫന്റിന് എത്ര എല്ലുണ്ട്? ആനക്ക് എത്ര എല്ലുണ്ടെന്ന് എനിക്കറിയില്ല. എലിഫന്റ് ഒരു ഒറ്റ എല്ലേ ഉള്ളൂ. ELEPHANT. വലിപ്പ അറിഞ്ഞല്ലോ, എലിഫന്റിന് ഒരല്ലേ ഉള്ളൂ. എന്തേ ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയോ? മാഷേ, തുടച്ചുള്ള പെയിന്റ് നിങ്ങൾ കളയോ? ഇതൊരു ശീലമായി പോയടോ. വാ അകത്തേക്ക് കയറിയിരിക്കാം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ആഹാ, മാഷേ, നാളത്തേക്ക് ഇത്തിരി കമ്പി സിമെന്റും വേണ്ടി വരും. പണി നിർത്തിയാ പിന്നെ പണിക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാവും. കുറച്ച് ദിവസം നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പഴാ കൈ കിട്ടിയ കൊല്ലും ഞാൻ. ഇന്ന് അവസാനിപ്പിക്കും നിന്റെ ഒളിച്ചു കളി. മാഷേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ? നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാം. കുറച്ച് ദിവസം എന്റെ ഉദ്രവം തുടങ്ങിയിട്ട്. നീയാളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അടുക്കളയിൽ കയറുന്നത് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ആഹാ, അപ്പൊ മാഷിനിവനെ നേരത്തെ അറിയോ? ഇവൻ നമ്മുടെ പറമ്പിലൊക്കെ ചുറ്റി അടക്കണവനല്ലേ. എന്തായാലും കൊല്ലണ്ട. മേസ്ത്രി പോണ വഴിക്ക് ഇവനെ പറമ്പിൽ വല്ലതും തുറന്നു വിട്ടേക്ക്. ഓ,
അല്ല മാഷേ, നമ്മളെ പുതിയ വീട്ടില് For more updates, like, comment, subscribe to our channel.